ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന നാഴികക്കല്ലുകൾ. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി എം.എൻ. റോയ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം എം.എൻ. റോയ് മുന്നോട്ട് വെച്ചത് ദി ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിന് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് എം.എൻ. റോയ് 1934 ഉന്നയിച്ചിരുന്നു. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം 1935 ബോംബെ സമ്മേളനം. 1935 ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം 1936-37 ഫൈസ്പൂർ സമ്മേളനം. ഫൈസ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഫൈസ്പൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. ബാഹ്യശക്തികളുടെ സ്വാധീനമില്ലാത്ത ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് 1938 ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കണമെന്ന പ്രമേയം മോത്തിലാൽ നെഹ്റു അവതരിപ്പിച്ച സമ്മേളനം. 1927 മെയ് 17 ബോംബെ സമ്മേളനം. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കാൻ മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി കോൺഫറൻസിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് 1928 മെയ് 19. മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത്